ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കും പുക്കാട്ടുപടിക്കും ഇടയിലായി കിഴക്കോട്ട് ദർശനത്തോടുകൂടി വരുന്ന മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. നല്ല ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വിശാലമായ ഒരു മുറ്റം നമുക്ക് കാണാം. ചുറ്റുമതിലെല്ലാം പണിയാനുണ്ട്. ഈ വീടിൻ്റെ അകത്തായി നമുക്ക് XUV മോഡലുള്ള 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് ജസ്റ്റ് 300 മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മാണം. ഇപ്പോൾ നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിൽ വന്നെത്തി നിൽക്കുകയാണ്. ഏകദേശം 1.5 മീറ്ററോളം വീതി വരുന്നൊരു മുറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ കിച്ചന്റെ പുറത്തായി ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭിക്കുന്നുണ്ട്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്ക് കിഴക്കിയ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് വീടിൻ്റെയും ഡോറിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ദർശനം വരുന്നത്. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വലിപ്പമേറിയ ഒരു ഡോറ് കാണാം. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. ഡോർ തുറന്നു നേരെ കയറി ചെല്ലുന്ന വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിന്റെ ഫ്ലോറിങ്ങിനായി ഐവറി കളറിൽ വരുന്ന 5 അടി നീളവും 2.5 അടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് കാണാം. ഒരു മോഡേൺ സ്റ്റൈലിലാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായ ഒരു ഡൈനിങ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഡൗൺ സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഡൈനിങ് ഹാളിന്റെ 2 ഭിത്തിയിലും വലിപ്പം മാറുന്ന വിൻഡോ എല്ലാം വരുന്നുണ്ട്. കിച്ചണിൽ നിന്നും ഡയറക്റ്റ് ഫുഡ് സെർവ് ചെയ്യാവുന്ന ഒരു ഓപ്പൺ ഏരിയയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഈ ഒരു കിച്ചണിലും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചന്റെ സ്ലാബായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. 3 ബെഡ്റൂമിന്റെ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിൽ തന്നെയാണ് നിർമ്മാണം. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂമാണ്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും എല്ലാം കൊടുത്ത് മാറ്റ് ഫിനിഷിന്റെ ടൈലെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ നിർമ്മാണം. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറും നമുക്ക് കാണാം. അവിടെ ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. കൂടാതെ ജിയുടെ പൈപ്പിൽ ഉടനോടുകൂടി വരുന്ന ഒരു ഹാൻഡ് റെയിലും നമുക്ക് കാണാം. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ ഭിത്തിയിൽ 5 ലെയർ പറകോള വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരെ കയറി വരുന്നത് വിശാലമായ മറ്റൊരു ഹാളിലേക്കാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ഹാളിലും ഒരു TV യൂണിറ്റ് നമുക്ക് സെപ്പറേറ്റ് ലഭിക്കുന്നുണ്ട്. കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ വിശാലമായിരുന്ന് TV കാണാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഒരു ഹാളിലും ലഭിക്കുന്നുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് ലഭിക്കുക. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്.
ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ഭാഗത്താണ് മൂന്നാമത്തെ ബെഡ്റൂം വരിക. ഇതിന് 13 അടി നീളം ലഭിക്കുന്ന ബെഡ്റൂമിന് 10 അടി വീതി ലഭിക്കുന്നുണ്ട്. ഇവിടെയും വിശാലമായ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കും പുക്കാട്ടുപടിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 300 മീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 4 സെന്റിൽ 1685 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 69 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.